ഹായ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ദൃശ്യം 3യുടെ ഒരു എൻഡിങ് എക്സ്പ്ലനേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്തിട്ട് പിന്നെ വന്ന് കാണുക. അതല്ല സ്പോയിലേഴ്സ് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സഹദേവൻ്റെ ഒരു തിരിച്ചുവരവും പ്രഭാകർ എങ്ങനെ സഹദേവനെ ഉപയോഗിച്ച് വീണ്ടും റിവെഞ്ചിൻ്റെ ഒരു സൈക്കിളിലോട്ട് വീഴുന്നു. പ്രഭാകറും ഗീത പ്രഭാകറും ഈ മകൻ്റെ മരണം കാരണം അവർക്ക് ഒരു സമാധാനം കിട്ടാനുള്ള ഗീത ഡിപ്രഷനിലോട്ടാവുന്നതും, അപ്പോൾ അത് പ്രഭാകറിന് സഹിക്കാൻ പറ്റാത്ത കാരണം ഗീതയും വിട്ടു പോകുന്നു എന്നുള്ളൊരവസ്ഥ വരുന്ന കാരണം പ്രഭാകർ സഹദേവനെ ഉപയോഗിച്ച് ജോർജ് കുട്ടിയും കുടുംബത്തെയും വീണ്ടും ഉപദ്രവിക്കുകയും അവരെ ജയിലിൽ കയറ്റാനുള്ള ശ്രമങ്ങളിലൊക്കെയാണ് സിനിമയുടെ മെയിൻ ഒരു ത്രെഡ്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തിലോട്ട് വരുമ്പോൾ ഈ അഞ്ജുവിൻ്റെ കല്യാണം മുടക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒരു പ്ലാൻ. അപ്പോൾ അത് നടക്കാണ്ടാവുമ്പോഴേക്കും അഞ്ജുവിനെ ഈ പ്രഭാകർ ബ്രോക്കർമാർ വഴി സെറ്റ് ചെയ്ത ഒരു അവീര എന്ന് പറയുന്ന ഒരു ചെക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അവനെ കൊന്നത് അഞ്ജു എന്നുള്ള രീതിയിൽ ഫ്രെയിം ചെയ്ത് അഞ്ജുവിനെ കോടതി കയറ്റുക എന്നുള്ള ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് പ്രഭാകർ വീണ്ടും കഥയിലോട്ട് വരുന്നത്. അപ്പോൾ ഐ.ജി. തോമസ് ഈ പ്രഭാകരനെ കാലുപിടിച്ച് പറയുന്നത്, അതായത് ഈ കേസൊന്നും വിട്ടായിരുന്നു, നമ്മളത് നിർത്തിയതാണല്ലോ, അവിടെ വെച്ച് ദൃശ്യം 2ൻ്റെ അവസാനം ഈ എല്ല് തിരിച്ചു കൊടുത്ത കാരണം, അവരുടെ എല്ല് മറ്റേ പൂജയുടെ ആവശ്യത്തിനൊക്കെ വേണ്ടി തിരിച്ചു കൊടുത്ത കാരണം അവിടെ വെച്ച് നിർത്തിയാലേ നമ്മൾ കേസ് ഡ്രോപ്പ് ചെയ്ത് മൂവ് ചെയ്യാന്നുള്ള രീതിയിൽ തോമസ് പറയുന്നു. പക്ഷേ പ്രഭാകർ സമ്മതിക്കുള്ളൂ. അതായത് പുള്ളിക്ക് ആകെ ഉള്ളത് ഇനി ഗീതയാണ്. ഗീതയും ഇതേപോലെ ഡിപ്രഷനിലൊക്കെ ആയിട്ട് പുള്ളിക്ക് ഇനി ഗീതേനെയും ലൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജോർജ് കുട്ടീനെയും ഫാമിലീനെയും വെറുതെ വിടാൻ പറ്റില്ല. അവർക്ക് കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടിയേ പറ്റൂ, അവർ ജയിൽ കണ്ടേ പറ്റുമോ എന്നുള്ള ഒരു ഭയങ്കര വാശി. അങ്ങനെ അപ്പോൾ അവസാനം പുള്ളി ഐ.ജി. തോമസിനെ കൺവിൻസ് ചെയ്യണം, അതായത് അവരുടെ ടീമിലോട്ട് ജോയിൻ ചെയ്യാൻ, ജോർജ് കുട്ടീനെ എതിരെ റിവെഞ്ച് എടുക്കാനും പിന്നെ ഈ ഫാമിലീനെ കോടതി കയറ്റിക്കാനും, അതായത് ജസ്റ്റിസ് മേടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനുവേണ്ടി അവർ അഞ്ജുവിൻ്റെ കല്യാണം മുടക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവർ ഈ സഹദേവൻ കളക്ട് ചെയ്ത പുതിയ എവിഡൻസുകളും ഈ വിറ്റ്നസ് ടെസ്റ്റിമോണി റെക്കോർഡ് ചെയ്ത എവിഡൻസുകളും ടെസ്റ്റിമോണികളെല്ലാം കൂടി കളക്ട് ചെയ്ത് കോർട്ട് വഴി വീണ്ടും ഈ കേസ് റീഓപ്പൺ ചെയ്യാനുള്ളൊരു പുതിയ എവിഡൻസിനെ ബേസ് ചെയ്ത് കേസ് റീഓപ്പൺ ചെയ്യാൻ വേണ്ടി കോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ജോർജ് കുട്ടി ഇതിനെതിരെ ഒരു ആൻസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്യുന്നു. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, അതായത് പോലീസ് വന്ന് ഇങ്ങനെ ഇതൊക്കെ പറയുന്നു. അപ്പോൾ ഓൾറെഡി ആൻസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോർജ് കുട്ടി അഡ്വക്കേറ്റ് രേണുക വഴി കോടതിയെ മനസ്സിലാക്കിച്ചെടുക്കുന്നു, അതായത് ഈ പോലീസ് വീണ്ടും ഇവരുടെ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, അതേപോലെ ഈ അഞ്ജുവിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കോടതി ജഡ്ജി സമ്മതിക്കുന്നു. അപ്പോൾ കല്യാണം പ്രൊസീഡ് ആവട്ടെ. അതേപോലെ ജോർജ് കുട്ടീനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഒരു സമയത്തേക്ക് വേണ്ടി അത് മാറ്റി വെക്കുന്നു. അപ്പോൾ കല്യാണം പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് തന്നെ കോടതിയും പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് പ്രഭാകരും സഹദേവനും മറ്റേ ഐ.ജി. ഒക്കെ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് ആവുന്നു. പക്ഷെ എന്നാലും പിന്നെ പ്രഭാകർ പറയുന്നു, അതായത് അവരുടെ മെയിൻ പ്ലാൻ അഞ്ജുവിനെ ട്രാപ്പ് ചെയ്യാൻ തന്നെയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം മുന്നോട്ട് പോകുന്ന സ്ഥിതിക്ക് അവൾ ചെയ്യാത്തൊരു കുറ്റത്തിന് അവളെ ഫ്രെയിം ചെയ്ത് അവളെ ജയിലിൽ കയറ്റുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് ഇവർ ജോർജ് കുട്ടിയുടെ വീടിനടുത്തുള്ള ഒരു റിസോർട്ടിൽ തന്നെയാണ് പോകുന്നത്, 2 ആഴ്ച അവിടെ സ്റ്റേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ വെച്ച് ഈ അവീരനെ കൊന്നിട്ട് ആ കുറ്റം അഞ്ജുവിൻ്റെ തലയ്ക്ക് കെട്ടി വെക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇവർ ഈ പ്ലാനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുന്നു. അങ്ങനെ ഇവർ അഞ്ജുവും അവീരയും ഹണിമൂൺ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി റിസോർട്ടിലോട്ട് വരുന്നു. അപ്പോൾ ഫസ്റ്റ് നൈറ്റിൻ്റെ സമയത്ത് ഇവർ അഞ്ജുവിനെ ഡ്രഗ് ചെയ്ത് കിടത്തുന്നു. അപ്പോൾ ആ സമയത്ത് ഈ അവീരയുടെ ബ്ലഡ് എന്നുള്ള വ്യാജേന ഈ ബെഡിലൊക്കെ ബ്ലഡും ഒരു ചോര കൊണ്ട് കത്തി അഞ്ജുവിനെ കൈ വെച്ച് കൊടുക്കുന്നു, അതായത് ഒരു സെക്ഷൽ അവേർഷൻ എന്നുള്ള രീതിയിൽ വീണ്ടും അഞ്ജുവിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ പിന്നെ അവീരനെ കാരണം ഉണ്ടാക്കിയിട്ട് ആ കേസ് വീണ്ടും അഞ്ജുവിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ, ഇതാണ് അവരുടെ പ്ലാൻ. അപ്പോൾ ഇത് ഇങ്ങനെ അഞ്ജുവിനെ ഡ്രഗ് ചെയ്ത് കിടത്തിയിട്ട് സഹദേവൻ ജോർജ് കുട്ടീനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നു, ഇങ്ങനെ മോളെ ഇങ്ങനെ ഉറക്കി കിടത്തിയേക്കുന്നത്. അപ്പോൾ ജോർജ് കുട്ടി പേടിച്ചിട്ട് വേഗം പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നു. പക്ഷേ ഇതിനിടയിൽ അഞ്ജു എണീക്കുകയും മറ്റേ മൊത്തം ചോരയും കുളിച്ച് കിടക്കുകയാണ്, അതേപോലെ കയ്യിൽ കത്തിയൊക്കെ കാണുന്നു. ജോർജ് കുട്ടി എത്തുമ്പോഴേക്കും ജോർജ് കുട്ടി ഇവിടെ റിസോർട്ടിലോട്ട് എത്തുന്നതിന് മുന്നേ പുള്ളി മറ്റേ റാണിയുടെ ഒരു റിലേറ്റീവ് ഉണ്ടല്ലോ, അവനെ വിളിച്ച് ഈ വീട്ടിൽ പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും കള്ളന്മാർ കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ജോർജ് കുട്ടി ഇവിടെ വന്ന് കാണുമ്പോൾ മോളിങ്ങനെ ഒരു അവസ്ഥയിലാണ്, അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് വിടുന്നു. എന്നിട്ട് അവൻ സഹദേവനെ ഫോളോ ചെയ്യുന്നു. സഹദേവൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ സഹദേവൻ ഉണ്ട്. അങ്ങനെ സഹദേവനെ കുത്തിപ്പരിക്കേൽപ്പിച്ച് അവനെ കീഴ്പ്പെടുത്തിയിട്ട് അവനോട് സത്യം പറയാൻ പറയുന്നു. അങ്ങനെ സഹദേവൻ പറയുന്നു, അതായത് ഇവരുടെ പ്ലാനായിരുന്നു ഇത്. അതേപോലെ സഹദേവൻ ഒരുപടിയും കൂടി മുന്നോട്ട് നീങ്ങി ഈ അവീരനെ കൊന്നിട്ട് ഈ ജോർജ് കുട്ടിയുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടാനുള്ള പ്ലാനായിരുന്നു, അതായിരുന്നു മെയിൻ പ്ലാൻ. അപ്പോൾ അതിനുവേണ്ടിയാണ് അവൻ ഇതിന് മുന്നേ അവിടെ ഒരു ജോർജ് കുട്ടിയുടെ പറമ്പിലൊരു കുഴി എടുത്തത്. അപ്പോൾ അത് ഇവൻ തന്നെ ആയിരുന്നു. അപ്പോൾ അതായിരുന്നു ഇവൻ്റെ പ്ലാൻ. എന്നിട്ട് ജോർജ് കുട്ടി ഈ കുഴി എടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇവനെ സഹദേവൻ ജോർജ് കുട്ടിക്കെതിരെ കോടതിയിൽ എവിഡൻസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ പ്രഭാകറും ഐ.ജി. തോമസ് ഇത് മനസ്സിലാക്കണം, അതായത് മൊത്തം പ്ലാൻ കുളമായി. അതേപോലെ അവീരനെ വേറെ ഒരു നാട്ടിലോട്ട് കടത്താനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ തോമസ് പറയുന്നു, അതായത് സഹദേവൻ റോഗാണ്,
അതായത് അവനെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അവൻ വേണമെങ്കിൽ അവീരനെ കൊന്നിട്ട് അത് ജോർജ് കുട്ടിയുടെ അഞ്ജുവിൻ്റെ തലയിലോട്ട് ഇടാനുള്ള പരിപാടി വരെ വേണേൽ ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ പ്രഭാകർ അപ്പോഴും മനസ്സിലാവുന്നത് ശരിയാ, കൈവിട്ട് പോയി, കാര്യം കൈവിട്ട് പോയി എന്നുള്ള രീതിയിൽ പുള്ളിക്ക് മനസ്സിലാണ്. അങ്ങനെ അവർ സാധാരണ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ അവർ ജോർജ് കുട്ടീനെ കാണുന്നു. അപ്പോൾ ജോർജ് കുട്ടി അവരോട് ഇതായിരുന്നു സാധാരണ പ്ലാൻ, അതായത് അവീരനെ കൊന്ന് അത് ജോർജ് കുട്ടിയുടെ തലയിലാക്കാനുള്ള പ്ലാനിലായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ അവീര ഇതേപോലെ ഇവരെ വിളിക്കുന്നു. അപ്പോൾ അവീര പറയുന്നത് ഇതേപോലെ പ്രഭാകരോട്, അതായത് അവനെ കൊല്ലാനുള്ള പ്ലാൻ ആയിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രഭാകർ പറയുന്നത് ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലാൻ നല്ല ഉദ്ദേശം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും അവീര അത് വിശ്വസിക്കണം. അപ്പോൾ അഞ്ജു ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവൾ പോലീസിന് മൊഴി കൊടുക്കുന്നത്, അതായത് സഹദേവനാണ് അവളെ ഉപദ്രവിക്കാൻ കൊല്ലാനൊക്കെ നോക്കിയെന്നുള്ള രീതിയിൽ. പിന്നെ ജോർജ് കുട്ടി അവസാനം ഇതൊക്കെ എല്ലാം ഒന്ന് തീരണമല്ലോ എന്ന് വിചാരിച്ച് ജോർജ് കുട്ടി ഈ വരണ്ട കൊന്നതിൻ്റെ എവിഡൻസും കാര്യങ്ങളെല്ലാം ഐ.ജി. തോമസിന് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ ഇനി ഈ പ്രഭാകരും കുടുംബമൊന്നും ഇവരുടെ പുറകെ വരരുത് എന്നുള്ളൊരു ഉറപ്പ് തരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരനെ കൊന്നതിൻ്റെ കുറ്റവും ജോർജ് കുട്ടി ഏറ്റെടുക്കാം, അതുപോലെ അതിൻ്റെ തെളിവുകളും ഹാൻഡ് ഓവർ ചെയ്യാമെന്നുള്ളത് സമ്മതിക്കുന്നു. അപ്പോൾ ഐ.ജി. തോമസ് ഇത് പറയുന്നു. അപ്പോൾ പ്രഭാകരും ഇത് പുള്ളിക്ക് താല്പര്യമില്ല, എന്നാലും പുള്ളി സമ്മതിക്കുന്നു, പ്രഭാകർ സമ്മതിക്കുന്നു. അപ്പോൾ അഡ്വക്കേറ്റ് രേണുക വീണ്ടും ജോർജ് കുട്ടിയോട് ചോദിക്കുന്നു, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ, ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ജോർജ് കുട്ടി പറയുന്നത്, അതായത് എനിക്ക് സഹദേവനെ പ്രഭാകരനൊന്നും പേടിയില്ല, പക്ഷേ ശരിക്കും എനിക്ക് പേടി ഞാൻ തന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ് പേടി എന്നുള്ള രീതിയിൽ പറയുന്നു. അതായത് പിന്നീട് നമ്മൾ കാണിക്കുന്നത്, അതായത് ജോർജ് കുട്ടിയാണ് അവിടെ റിസോർട്ടിലോട്ട് എത്തിയതിന് ശേഷം അഞ്ജുവിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും, അതായത് സഹദേവൻ അവളൊന്നും ചെയ്തിട്ടുണ്ടായില്ല. ആക്ച്വലി സഹദേവൻ ഇവളവിടെ ഇട്ടിട്ട് അവൾ എണീക്കുമ്പോൾ മറ്റേ കയ്യിൽ കത്തിയും ചുറ്റും ചോരയൊക്കെ കാണുമ്പോൾ ഇവൾ ആണ് ഇവനെ ഉപദ്രവിച്ചത് എന്നുള്ള രീതിയിലാക്കുക. അത്രയും വരെ അവരുടെ സഹദേവൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ അക്യൂസ്ഡിനെ പിന്നെ ഒരു വിക്ടിമാക്കി മാറ്റുന്നത് ജോർജ് കുട്ടിയാണ്. അതായത് അവിടെയാണ് ജോർജ് കുട്ടിയുടെ ബുദ്ധി വർക്ക് ചെയ്തത്. അതായത് അഞ്ജുവിനെ ജോർജ് കുട്ടിയാണ് വെട്ടി പരിക്കേൽപ്പിക്കുന്നത്, കത്തി കൊണ്ട് കൈയും ഒക്കെ മുറിച്ച് ഒരു കമ്പി കൊണ്ട് നടുവിനും കാലിനും ഒക്കെ അടിക്കുന്ന സീനൊക്കെയാണ്. പിന്നെ അപ്പോൾ മാരകമായിട്ട് പരിക്കേറ്റ അഞ്ജു ശരിക്കും ആരായിരുന്നു ഉപദ്രവിച്ച, ജോർജ് കുട്ടിയാണ് ഉപദ്രവിച്ചത്. അപ്പോൾ ഇതാണ് ഈ സിനിമയിലെ മെയിൻ ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആക്ച്വൽ ട്വിസ്റ്റ് എന്ന് പറയാൻ ചെറിയൊരു ട്വിസ്റ്റാണ്, പക്ഷേ വണ്ണിൻ്റെ അത്ര ഒന്നുമില്ലെങ്കിലും ഇതാണ് സിനിമയിലെ മെയിൻ ട്വിസ്റ്റ്. അതായത് പുള്ളിയുടെ കുടുംബത്തെയും മോളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മോളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ വരെ ജോർജ് കുട്ടി തയ്യാറായി എന്നുള്ളതാണ് കാണിക്കുന്നത്. അതാ ഈ സീനിലാണത് നമ്മൾ അറിയുന്നത്, പ്രേക്ഷകർ അറിയുന്നത്. അപ്പോൾ ഐ.ജി. തോമസ് പറയുന്നു, അതായത് പ്രഭാകരോട് പറയുന്നത്, അതായത് ജോർജ് കുട്ടി ഒരിക്കലും പുള്ളിക്ക് തോക്കാൻ പറ്റില്ല, ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. അയാൾ എന്നും പോലീസിന് ഒരു സ്റ്റെപ്പ് മുന്നിലായിരിക്കും. അപ്പോൾ അതേപോലെ അയാളുടെ യുദ്ധങ്ങളൊന്നും അയാൾ വെറും ലക്കും ടൈമും കൊണ്ട് മാത്രം രക്ഷപ്പെടുന്നതൊന്നുമല്ല, അയാൾക്ക് ശരിക്കും നല്ല ബുദ്ധിയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പ്രഭാകരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ അതായത് അഞ്ജുവിനെ പോലെ ഒരു അക്യൂസ്ഡിനെ അയാളുടെ ജോർജ് കുട്ടിയുടെ ബുദ്ധി ഉപയോഗിച്ച് അയാൾ ഒരു വിക്ടിമായിട്ട് മാറ്റി. അപ്പോൾ ഈ ബുദ്ധിയാണ് ജോർജ് കുട്ടീനെ ഇതുവരെ എത്തിച്ചതെന്നും, അതായത് കാലവും സമയവും ഭാഗ്യമൊന്നും അല്ല, ജോർജ് കുട്ടിയുടെ ബുദ്ധി തന്നെയാണ് അയാളെ രക്ഷിക്കുന്നതെന്നും പ്രഭാകരൻ പറഞ്ഞ് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞ് മോഹൻലാൽ ജോർജ് കുട്ടി സ്ക്രീനിലോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ പതുക്കെ ദൃശ്യം മണ്ണിലൊക്കെ പോലെ കണ്ണിങ്ങനെ പതുക്കെ അടയ്ക്കുന്നു. അപ്പോൾ കണ്ണിൽ നിന്നൊരു ചെറിയൊരു കണ്ണിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകണം. അവിടെയാണ് ടൈറ്റിൽ കാർഡ്. സിനിമ അവിടെ തീരുന്നു. പിന്നെ നമുക്കൊരു ചെറിയൊരു എൻ ക്രെഡിറ്റ്സ് പോലത്തെ ഒരു സീനുണ്ട്. അതായത് പ്രഭാകരൻ ഗീതയും ജോർജ് കുട്ടി പോലീസിന് കീഴടങ്ങിയായിട്ട് ഉള്ള ന്യൂസ് കാണുന്നു. അപ്പോൾ ഗീത ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രഭാകർ ചോദിക്കുന്നു, ഇപ്പോൾ നമുക്ക് സന്തോഷമായോ, സാറ്റിസ്ഫൈഡ് ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗീത പറയുന്നു, ഇല്ല, എനിക്ക് അവളെ വേണം, അതായത് അഞ്ജുവിനെ ജയിലിൽ കയറ്റണം. കാരണം പുള്ളിക്കാരിക്ക് അറിയാം, അതായത് അഞ്ജു ആണ് വരുണ കൊന്നതെന്നുള്ളത് ഏതാണ്ട് ഗീതയ്ക്ക് അറിയാം. അപ്പോൾ അഞ്ജുവിനെ ജയിലിൽ കയറ്റിയാലേ ഗീതയ്ക്ക് സമാധാനം ആവുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നിടത്താണ് സിനിമ തീരുന്നത്. അപ്പോൾ അതായത് ഇനിയും ദൃശ്യം 4 വരും. അപ്പോൾ ഈ സിനിമ ഒരു ട്രിലോജി ആയിട്ട് തീരുമല്ല. അപ്പോൾ ഇത് ഇനിയും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ടാവും. അതായത് ദൃശ്യം 4 ചിലപ്പോൾ 5 വരെ വരാനുള്ള ചാൻസ് ഉണ്ട്.